ഉപഭോഗം കൂടിയ സമയത്ത് ഉയർന്ന നിരക്ക് ഈടാക്കും വിധമായിരിക്കും വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുകയെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖൈസ് അൽ സക്കുവാനി പറഞ്ഞു. വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത നിരക്കുകളായിരിക്കും ഈടാക്കുക. ഇതുവഴി നിരക്ക് കുറവുള്ള സമയങ്ങൾ നോക്കി വൈദ്യുതിയുടെ ഉപയോഗം ക്രമീകരിക്കാൻ ഉപഭോക്താക്കൾക്ക് കഴിയും. ഉപഭോഗം കുറവുള്ള സമയങ്ങളിൽ ഉൽപാദന ചെലവ് കുറവായിരിക്കും. അതിനാൽ ഈ സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് നിരക്ക് വർധനയുടെ ലക്ഷ്യം. വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വരുത്തുകയും ഉപഭോഗം കുറവുള്ള സമയങ്ങളിലേക്ക് ക്രമീകരിക്കുകയും ചെയ്യുന്നവർ സർക്കാരിനെ സബ്സിഡി കുറയ്ക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിരക്ക് പരിഷ്കരണത്തിലൂടെ ഉപഭോഗം കുറയ്ക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതും ആലോചനയിലുണ്ടെന്നും അൽസക്കുവാനി പറഞ്ഞു. നിലവിൽ ഏത് സമയത്ത് വൈദ്യുതി ഉപയോഗിച്ചാലും ഒരേ നിരക്കാണ് ഈടാക്കുന്നത്. എന്നാൽ വൈകുന്നേരം 3 മണിക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഉൽപാദന ചെലവ് രാത്രി 10 മണിക്കും 12 മണിക്കും ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ഉപഭോക്താക്കൾക്ക് ഇത്തരത്തിലുള്ള ധാരണയുണ്ടാക്കും വിധമുള്ള സമൂലമായ പരിഷ്കരണമാണ് വൈദ്യുതി നിരക്കുകളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അൽസക്കുവാനി പറഞ്ഞു. ഈ വർഷം 500 ദശലക്ഷം റിയാലാണ് വൈദ്യുതി സബ്സിഡി ഇനത്തിൽ സർക്കാർ ചെലവഴിക്കുന്നത്. ഇതിൽ 70% ഗാർഹിക മേഖലയിലാണ് ചെലവിടുന്നത്. സബ്സിഡി അർഹതപ്പെട്ടവർക്കായി ചെലവിടാനും നിരക്ക് പരിഷ്കരണത്തിലൂടെ സാധിക്കും. ഉൽപാദന ചെലവ് പ്രതിഫലിക്കുന്ന പുതിയ നിരക്കുകൾ ആദ്യം സർക്കാർ, വ്യവസായ, വാണിജ്യ സ്ഥാപനങ്ങളിലാവും നടപ്പാക്കുക. ഇതുവഴി സബ്സിഡിയിൽ നല്ലൊരു പങ്കും മിച്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മന്ത്രിസഭാ കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ നിരക്ക് പരിഷ്കരണം നടപ്പിലാക്കുകയുള്ളൂവെന്നും അൽസക്കുവാനി പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്.